പത്തനംതിട്ടയിൽ കോൺഗ്രസിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ബി.ജെ.പിയിൽ ചേർന്നു. കോയിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് പി സുജാതയാണ് ബി.ജെ.പിയിൽ ചേർന്നത്. സുജു ടി ബാബു ചേരുകയാണ്. സുജു, കോൺഗ്രസിൽ നിന്ന് ബി.ജെ.പിയിലേക്ക് അല്ലേ? തീർച്ചയായിട്ടും കോൺഗ്രസിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടാണ് കോയിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ച ദിവസം തന്നെ ബി.ജെ.പിയിലേക്ക് പോയത്. നമുക്കറിയാം, കോൺഗ്രസിനെ സംബന്ധിച്ചോളം പുതുമയുള്ളൊരു കാര്യമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് ആട്ടെ, അതല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാക്ഷാൽ എ.കെ. ആന്റണിയുടെ മകൻ തന്നെയാണ് ഈ ബി.ജെ.പിക്കായി പത്തനംതിട്ടയിൽ മത്സരിച്ചത്. അങ്ങനെ കോൺഗ്രസിന് അത് ഞെട്ടലുണ്ടാക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംശയമാണ്. എന്നാൽ പോലും രാഷ്ട്രീയമായി കനത്ത തിരിച്ചടി തന്നെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസം തന്നെ കോൺഗ്രസിൻ്റെ ഒരു ഗ്രാമപഞ്ചായത്ത് കോയിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി.ജെ.പിയിലേക്ക് ചേരുന്ന ജില്ലയിൽ ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമായിരുന്നു യു.ഡി.എഫിൻ്റെ പത്തനംതിട്ട ആയിരുന്നു. എന്നാൽ ഇന്ന് 5 നിയമസഭാ മണ്ഡലങ്ങളും ജില്ലാ പഞ്ചായത്ത് ബഹുഭൂരിപക്ഷം വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ LDF ആണ് ഇന്ന് ഭരണത്തിലുള്ളത്. അതിൽ 8 ബ്ലോക്ക് പഞ്ചായത്തിൽ 7, ജില്ലാ പഞ്ചായത്ത് 53, തദ്ദേശ ഗ്രാമപഞ്ചായത്തുകളിലുണ്ട് 30-ലധികം വരുന്ന ഗ്രാമപഞ്ചായത്തിൽ LDF ഭരിക്കുന്നു. അങ്ങനെ വലിയ നേട്ടം LDF ജില്ലയിൽ തുടർച്ചയായി നേടുമ്പോഴാണ് യു.ഡി.എഫിൻ്റെ നിന്ന് കൊഴിഞ്ഞുപോക്ക് തുടരുന്നത്. നമുക്കറിയാം, LDFിലേക്ക് പോയ ആളുകളുടെ കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു ജോർജും സജി ചാക്കോ ഒക്കെ മുമ്പ് യു.ഡി.എഫിൻ്റെ ജില്ലയിൽ നയിച്ച നേതാക്കളാണ്. അവരിപ്പോൾ ഇടതുപക്ഷത്തിൻ്റെയും CPM-ൻ്റെയും ജില്ലയിലെ തന്നെ അറിയപ്പെടുന്ന നേതാക്കന്മാരായി മാറി കഴിഞ്ഞ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഈ മാറ്റം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ യു.ഡി.എഫിൻ്റെ കോൺഗ്രസിന് നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് കടുത്ത തലവേദന കൂടിയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിൻ്റെ തീയതി പ്രഖ്യാപിക്കുമ്പോൾ അവർക്ക് വന്നിരിക്കുന്ന സാഹചര്യം. സുജുവാണ് വിവരങ്ങൾ നൽകിയത്.